പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായി 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇന്നലത്തെ മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ചെന്നൈയിൻ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പരാജയപ്പെടുത്തിയത്. ടീമിലെ എല്ലാ താരങ്ങളും ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ 25 മാച്ചുകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ക്ലീൻ ഷീറ്റോടെ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ ക്ലീൻ ഷീറ്റോടെ വിജയിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കൂടുതൽ ശക്തരായിരുന്നു. ഇനി വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് നേരിടേണ്ടത്. ആ ഒരു മത്സരത്തിലും ഈ ഒരു മികച്ച ഫോം തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മാത്രമല്ല, ഇഞ്ചുറി ഏറ്റ താരങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്റെ പഴയ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയതും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നലത്തെ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഇപ്പോൾ ടേബിളിൽ 8ാം സ്ഥാനത്താണ് ഉള്ളത്. 11 പോയിന്റുകൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. മാത്രമല്ല, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ജീസസ് ജിമിനസ്. എന്തുകൊണ്ട് ഡിമിട്രോസിന് പറ്റിയ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് തന്നെയാണ് ജീസസ് കളിക്കുന്ന മിക്ക മത്സരങ്ങളിലും ഇപ്പോൾ താരം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ താരത്തിന് 5-6 ഷോട്ടുകളെല്ലാം പോസ്റ്റിലിടിച്ച് പുറത്തേക്ക് പോയിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ പോലും ജീസസിന്റെ ഒരു തകർപ്പൻ ഹെഡർ പോസ്റ്റിലിടിച്ച് പോവുകയായിരുന്നു. ഈ ഒരു സീസണിൽ ജീസസ് ഇനിയും ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. താരം അവസാനമായിട്ട് കളിച്ച 6 മത്സരങ്ങളിൽ 6 എണ്ണത്തിലും ഗോൾ നേടാനായിട്ട് ജീസസിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു സീസണിൽ മൊത്തത്തിൽ 7 ഗോളുകളാണ് ജീസസ് സ്കോർ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് നോവയും ലൂണയും. ഈ 2 താരങ്ങളും ഇന്നലത്തെ മത്സരത്തിൽ തീർത്തും മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ക്ലീൻ ഷീറ്റോടെ വിജയിക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും കോച്ചും ഏറെ ആഗ്രഹിച്ചിരുന്നു. അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത 4 മത്സരങ്ങളൊന്ന് നോക്കാം. FC ഗോവ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ബംഗളൂരു FC, മുഹമ്മദൻ SC എന്നീ ടീമുകളെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത്. വരുന്ന മത്സരങ്ങളിലും മികച്ച റിസൾട്ടോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ് ഫാൻസിന്റെ പ്രതീക്ഷ. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.